ഹലോ എല്ലാ വിദ്യാർത്ഥികൾക്ക് അസ്ലം ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന LBS 2024-25 അധ്യയന വർഷത്തെ DPharm ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നിലവിൽ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട തീയതി നാളെ മുതൽ, അതായത് 30/12/2024 മുതൽ ജനുവരി 1-2 മണി വരെയാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതിയായി പറയുന്നത് ജനുവരി 2 എന്നും പറയുന്നുണ്ട്. നിലവിൽ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ മറ്റ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് 2024-25 അധ്യയന വർഷത്തെ സർക്കാർ സ്വാശ്രയ കോളേജിലെ ഒഴിവുള്ള സീറ്റിലേക്കും പുതിയതായി അംഗീകാരം ലഭിച്ച കോളേജിലേക്കുമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് മുൻപ് നടത്തിയ അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലും വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസി സീറ്റും പിന്നെ പുതിയതായിട്ട് അംഗീകരിച്ച കോളേജ് ഉൾപ്പെടുത്തിയാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ LBSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കണം. അതായത് മുൻപ് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിൽ ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. www.lbs.kerala ജീവന വെബ്സൈറ്റ് വഴിയാണ് ഡിസംബർ 30 മുതൽ ജനുവരി 1 ഉച്ച 2 മണി വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ ചെയ്യേണ്ടത്. മുൻപ് സമർപ്പിച്ച ഓപ്ഷനിൽ പരിഗണിക്കുന്നതില്ല. അതായത് മുമ്പ് നിങ്ങൾ മറ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്, ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ പരിഗണിക്കത്തില്ല. നിങ്ങൾ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ പുതിയതായിട്ട് ഒന്നും കൂടെ വെബ്സൈറ്റിൽ കയറി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റ് വഴി പ്രവേശനം ലഭിച്ചവർക്ക് പുതിയ NOC നിർബന്ധമാണെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ആ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. മുൻപ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ ആ വിദ്യാർത്ഥികൾ NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പഴയ NOC അല്ല, പുതിയ NOC കോളേജിൽ മേടിച്ച് വേണം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഗവൺമെൻറ് കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥികളാണ് NOC ആവശ്യമില്ല. അതായത് ഈ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആവശ്യമുള്ള കോഴ്സും കോളേജും മാത്രം കൊടുക്കുക. അഥവാ എല്ലാ കോളേജും എടുത്ത് വച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കോളേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ പോയി പഠിക്കേണ്ടി വരും. പിന്നീട് ചിലപ്പോൾ മാറ്റാനുള്ള അവസരം കിട്ടണമെന്നില്ല. കാരണം ഏകദേശം അലോട്ട്മെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അവസാനം കിട്ടുന്ന അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ജോയിൻ ചെയ്യാതിരുന്നാൽ പിന്നീട് ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സും വേണം ഈ അലോട്ട്മെൻറ്റിൽ വയ്ക്കേണ്ടത്. അതെല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത അടിസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമായിരിക്കും ഈ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി ജനുവരി 2, 2025 നിലവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സ് കോളേജ് മാത്രം വയ്ക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമില്ലാത്ത കോളേജ് വെച്ച് അവിടെ ലഭിക്കുകയാണെങ്കിൽ അവിടെ പോയി പഠിക്കേണ്ടി വരും. അവിടെ ജോയിൻ ചെയ്യാതിരുന്നാൽ പിന്നീട് ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ വേണ്ടി കോൺടാക്ട് നമ്പറും ഈ ഫോർമാറ്റിൽ നൽകിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ നൽകുന്നതാണ്, ഇല്ല വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. 3 ബാർ സെലക്ട് ചെയ്ത് ലോഗിൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്ത് മുൻപ് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന രീതി തന്നെ അങ്ങനെ കയറി നോക്കിയിട്ട് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ അവിടെ ഫോർ അലോട്ട്മെൻറ്റ് താഴെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വയ്ക്കേണ്ട കോളേജുകൾ വരുന്നതാണ്. ഏതൊക്കെ കോളേജിലാണ് വേക്കൻസി ഉള്ളതെന്ന് നിലവിൽ വന്നിട്ടില്ല. വേക്കൻസി ലിസ്റ്റ് വരുമ്പോൾ അറിയിക്കുന്നതാണ്. നിലവിൽ ഇതൊരു വേക്കൻസി ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. നിലവിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ കോളേജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കയറി നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കോളേജിൽ നിങ്ങൾക്ക് നമ്പർ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് സേവ് എന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സെൽഫ് ഫിനാൻസിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആ പേജ് എടുക്കുമ്പോൾ NOC അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ NOCയും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിലവിൽ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്റ്റർ ID ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യട്ടെ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് കയറി ലോഗിൻ ചെയ്യേണ്ടതെന്ന്. ഇല്ലെങ്കിൽ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയാലും മതി. അതിനെക്കാട്ടി എളുപ്പമാണ്, ഫോണിൽ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. ഏറ്റവും താല്പര്യമുള്ള കോളേജും കോഴ്സും വേണം വയ്ക്കാൻ. ഇത് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. ഇനി എത്ര അലോട്ട്മെൻറ്റ് ഉണ്ടാവും, ഇനി അലോട്ട്മെൻറ്റ് കാണുമോ എന്നും പറയാൻ സാധിക്കുന്നതല്ല. ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ആവാം. മേ ബി ഇനി വേക്കൻസി ഉണ്ടെങ്കിൽ ഇനി അലോട്ട്മെൻറ്റും കാണാം. അതുകൊണ്ട് താല്പര്യമുള്ള കോളേജും കോഴ്സും വയ്ക്കാനാണ് എല്ലാ വിദ്യാർത്ഥികളും നോക്കുക. കാരണം നേരത്തെ പറയുന്ന പോലെ ഇഷ്ടമില്ലാത്ത കോളേജിൽ വന്നാൽ അവിടെ പോയി പഠിക്കേണ്ടി വരും. പിന്നീട് കുറേ വിദ്യാർത്ഥി സംശയമാണ് എങ്ങനെയാണ് വേക്കൻസി ലിസ്റ്റ് വരാതെ എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാമെന്നും. അതിനുവേണ്ടി വെബ്സൈറ്റിൽ 3 ബാർ സെലക്ട് ചെയ്ത് അലോട്ടഡ് ലിസ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സും കോളേജും എന്ന ഓപ്ഷൻ കാണും. അവിടെ താല്പര്യമുള്ള കോഴ്സും കോളേജ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിലവിൽ ആദ്യം വന്നിരിക്കുന്നതും ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജിയാണ്. അതിനുശേഷം കുറേ കോളേജുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കോളേജ് എടുത്ത് നോക്കിയപ്പോൾ MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്
മനയിലാണ്. അവിടെ ഒരു സീറ്റാണ് ഉള്ളത്, പക്ഷേ അവിടെ അഡ്മിറ്റ് ആയിട്ടില്ല. ഇവിടെ ഇങ്ങനെ കാണാം, റെഡ് ക്രോസ് ആയിട്ട് കാണാം. അങ്ങനെ ഓരോ കോളേജിലും റെഡ് ക്രോസ് ആയിട്ട് കാണിക്കുന്ന വിദ്യാർത്ഥികൾ ഇതുവരെ അഡ്മിഷൻ എടുത്തിട്ടില്ല. അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥിയുടെ വേക്കൻസി സീറ്റാണ് ഇനി വേക്കൻസി ലിസ്റ്റാണ് വരുന്നത്. അങ്ങനെ ഓരോ കോളേജിലും നോക്കി അഡ്മിറ്റ് ആവാത്തവരുടെ ലിസ്റ്റ് അനുസരിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഒരുപാട് കോഴ്സുകളും കോളേജിൽ ഉണ്ടായത് ഞാൻ എല്ലാം എടുത്ത് നോക്കുന്നില്ല. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണ് വയ്ക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇത് കണക്കുന്ന എടുത്ത് നോക്കുക. അവസാനത്തെ ഇൻഡെക്സ് മാർക്കും എത്ര പേർ അഡ്മിറ്റ് ആയെന്ന് അറിയാൻ സാധിക്കുന്നതാണ്. നിലവിൽ അഡ്മിറ്റ് ആവാത്തവരുടെ സീറ്റ് വേക്കൻ്റ് ആയിരിക്കും. ആ വേക്കൻറ്റ് സീറ്റ് ആയിരിക്കും വേക്കൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. അങ്ങനെ നോക്കാൻ സാധിക്കുന്നതാണ്. വെതർ അഡ്മിറ്റഡ് എന്ന് അവിടെ ക്രോസ് വരികയാണെങ്കിൽ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആ സീറ്റ് വേക്കൻ്റാണ്. നിലവിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഇനി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ടിക്ക് ആവുന്നതാണ്. അതുകൊണ്ടാണ് നിലവിൽ വെബ്സൈറ്റിൽ ഇതുവരെ വേക്കൻസി ലിസ്റ്റ് വരാത്തത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇങ്ങനെ ഓരോ കോളേജും കോഴ്സും എടുത്ത് നോക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചാൽ റിപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്